الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته. ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ബോധം വന്നിട്ടുണ്ടോ മുഅ്മിനേ? ഇതൊക്കെ കേൾക്കുമ്പോ പഠിക്കേണ്ട സംഭവങ്ങളല്ലേ. 10-18 വയസ്സുവരെ നല്ല താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് ഭയന്നിട്ട് അത്ര സ്നേഹത്തോടെ വളർത്തിയ നമ്മുടെ മക്കൾ ഉമ്മയെ വേണ്ട ഉപ്പയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ട മതസ്ഥന്റെ കൂടെ ഒളിച്ചോടുന്ന സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ടിവിയുടെ സംസ്കാരമാണ്. ഉമ്മമാരെ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഭൗതികതയുടെ പിന്നാലെ പരക്കം പായുമ്പോ നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളാണ്. ഒക്കെ ഉണ്ടാകും, ജോലിയുണ്ട്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ടീച്ചറാണ്, പക്ഷേ കല്യാണം കഴിക്കുമ്പോ പെണ്ണുണ്ടാവില്ല. അത്ര പ്രശ്നമുള്ളൂ, വേറൊന്നുമില്ല. ആരാണ് അന്വേഷിക്കുന്നത്? ട്രെയിനിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ട്രെയിനിൽ നടക്കുന്ന തോന്നിവാസത്തരങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ രാവിലെ പോകുന്ന ലോക്കലിലോ മംഗലാപുരത്തേക്ക് പോകുന്ന ലോക്കലിലൊന്ന് കയറി നോക്കണം. ഉപ്പമാരെ, മക്കളെ കയറി വിടുന്നുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടതൊക്കെ ചോദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. തിരിച്ചു വരുന്ന ട്രെയിനിലൊന്ന് കയറി നോക്കണം, എന്താണ് അവിടെ നടക്കുന്നത്, ആർക്കാണ് സംസ്കാരമുള്ളത്. നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ പെൺകുട്ടികൾ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞത് വയർഫഉൽ ഹയാഉ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജ അല്ലാഹു ഉയർത്തിക്കളയും. ഇദാ കാന ആഖിറുസ് സമാൻ, അവസാനത്തെ നാൾ അടുത്തു വരുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പെൺകുട്ടികളിൽ നിന്ന് ലജ്ജയെ എടുത്തു കളയുമെന്ന് ഹബീബായ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതല്ലേ. പണ്ട് കാലങ്ങളിൽ ഒരു പ്രപ്പോസൽ വരുമ്പോ, ഒരു അന്വേഷണം വരുമ്പോ പെണ്ണുങ്ങൾ തല താഴ്ത്തി നിന്നിരുന്ന കാലം മുതൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഉമ്മയുടെ മുഖം നോക്കി ഭീഷണിപ്പെടുത്തുകയാണല്ലോ. എനിക്കയാളെ വേണ്ട, എനിക്കയാളെ വേണ്ട, ഇന്നാലും ആളുമായി ഞാൻ പ്രണയത്തിലാണ്, എനിക്ക് ഉപ്പയോ ഉമ്മയോ, അവർക്ക് ഉപ്പയോ ഉമ്മയോ അവരുടെ കല്യാണം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അവരോട് പറയുകയാണ് ഞാനും ഇയാളും ശാരീരിക ബന്ധത്തിൽ പ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ സംസ്കാരം മാറിപ്പോയതിന് പിന്നിൽ ആരാണെന്ന് പഠിച്ചിട്ടുണ്ടോ? ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുമ്പിനെ ടിവി സംസ്കാരമല്ലാതെ, ചാനൽ സംസ്കാരമല്ലാതെ, സിനിമക്കാര് പഠിപ്പിച്ചതല്ലാതെ ആരാണിത് പഠിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഹബീബായ തങ്ങളുടെ കാലത്ത് ഒരു ഗുരൂപിയായ, ഒരു കാണാൻ ഗ്ലാമർ ഇല്ലാതെ ഒരു അഗ്ലി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജുലൈബീബ് എന്നായിരുന്നു ചെറുപ്പക്കാരന്റെ പേര്. മുഖമാകെ കുഴിയുള്ള കറുത്തിരുണ്ട ഏതോ എത്യോപ്യക്കാരനായ ഒരു സ്വഹാബിയാണ് ജുലൈബീബ് എന്ന ചെറുപ്പക്കാരൻ. ആരും കണ്ടാൽ അങ്ങോട്ട് നോക്കൂല, ആരും പെണ്ണ് കൊടുക്കൂല, ആരും കല്യാണം കഴിച്ചു കൊടുക്കൂല. അങ്ങനെയുള്ള ജുലൈബീബ് എന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജുലൈബീബ് കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം നബിയെ, എനിക്കാരാ പെണ്ണ് തരാ? കല്യാണം കഴിക്കണം, എനിക്കാരും പെണ്ണ് തരില്ല നബിയെ. വീണ്ടും മറ്റൊരു അവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബീബിനെ കണ്ടപ്പോ ജുലൈബീബിനോട് ചോദിച്ചു, ജുലൈബീബെ കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം നബിയെ, എനിക്കാരാണ് പെണ്ണ് തരിക? അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബീബിനോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ശരിയാക്കി തരാം. അങ്ങനെയാണ് മദീനക്കാരനായ ഒരു സ്വഹാബിയുടെ അടുത്തേക്ക് ഹബീബായ തങ്ങൾ ചെല്ലുന്നത്. നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം നബിയെ, ഞാനൊരു ആലോചന കൊണ്ടുവരട്ടെ. കൊണ്ടുവരൂ നബിയെ, നിങ്ങൾ സ്വീകരിക്കുമോ? നബിയെ സ്വീകരിക്കാം.
ആരാണ് നബിയെ? ആരാണ്? അപ്പോഴാണ് പറഞ്ഞത് ജുലൈബീബ് എന്ന ചെറുപ്പക്കാരൻ, നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കുമോ? നബിയെ ജുലൈബീബോ? അടച്ചാണ് എന്റെ മകൾക്ക് ജുലൈബീബിനെ കഴിക്കേ. നബിയെ ഞാൻ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ 5 മാനദണ്ഡങ്ങളാണ്, 6 മാനദണ്ഡങ്ങളാണ്. ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോ അല്ലാഹു നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? നിർത്തിയാൽ മതി, നിർത്തണം പറയുന്നത്. 3 ദിവസമായിട്ട് അതിഥി പോയില്ലെങ്കിൽ പിന്നെ ചോദിക്കണമെന്നാണ്. ഇന്ന് പോയാൽ എപ്പ വരാ അതിഥികളെ സ്വീകരിക്കേണ്ട ആ ഒരു സ്റ്റൈലാണ്. ഏതായാലും ഇങ്ങനെ 4 മണിക്കൂറുണ്ടല്ലേ, കുഴപ്പമില്ല. എന്താ പറഞ്ഞത്? മഹാനായ ഇമാം പറയുന്നുണ്ട്, 6 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നോമ്പ് സ്വാലിഹീങ്ങളുടെ നോമ്പിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ. ഒന്നാമത്തേത് നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? സുബഹി മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോക്കുന്ന നമ്മൾ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? ഹറാം കണ്ടിട്ടുണ്ടോ? മൊബൈലിലാണെങ്കിലും ടിവിയിലാണെങ്കിലും വേണ്ടാത്തത് കണ്ടിട്ടുണ്ടോ? അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ അന്യ സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? അറിയാതെ കണ്ടുപോയതിനെ കുറിച്ചല്ലേ, അറിയാതെ കണ്ടുപോയതിനെ കുറിച്ചല്ല, താല്പര്യത്തോടെ കൊണ്ടും നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? പറയാൻ പറ്റുമോ? നോക്കിയിട്ടില്ലെന്ന്. അന്യ സ്ത്രീകളെ കണ്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരെ കണ്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? നോമ്പ് സ്വീകരിക്കാൻ കാരണം നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കണം. ആരാണ് കണ്ണ് നിയന്ത്രിച്ചിട്ടുള്ളത്? എത്ര ഹറാമുകളാണ് നമ്മൾ കണ്ടത്? മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ഹറാമുകൾ കാണുന്ന മാസമല്ലേ ഇത്? പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന കാലമല്ലേ? വസ്ത്രം വാങ്ങാൻ വേണ്ടി നാളും ദിവസവും ഷോപ്പിങ്ങുകളിലേക്കൊക്കെ നമ്മുടെ ചെറുപ്പക്കാരികളായ സ്ത്രീകളൊക്കെ കടന്നു വരുന്ന കാലമല്ലേ? വൃദ്ധരായ ഉമ്മമാര് കണ്ണും മുഖവുമെല്ലാം മറച്ചു വരുമ്പോ അല്ലാഹു മറക്കാൻ കൽപ്പിച്ച ചെറുപ്പക്കാരികൾ ശരീരം പോലും മറക്കാതെ, മുഖം പോലും മറക്കാതെ പുറത്തിറങ്ങുന്ന കാലമല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ആർക്കാണ് പറയാൻ പറ്റുക നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന്? ആഖിറത്തിലേക്ക് കടന്നു പോകുമ്പോ നോമ്പ് നോറ്റവരാണ്, നിസ്കരിച്ചവരാണ്, സദഖ കൊടുത്തവരാണ്. പക്ഷേ എവിടെ നമ്മുടെ അമലുകൾ? അല്ലാഹു ഒന്നും സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകളെ പൊടിപടലങ്ങളായി ചുരുട്ടി വലിച്ചെറിയുന്ന ലോകമാണ് ആഖിറം എന്ന മഹാലോകം. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പേടിക്കേണ്ട സംഭവമല്ലേ ഇത്? കണ്ണിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി ചെയ്യാനുള്ളത് റമദാൻ ഇതാ വിട പറയാനിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയം കൂടിയാണ്. ഇന്ന് തന്നെ ദുആ ചെയ്യണം, ഇന്ന് തന്നെ ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? പടച്ചവനെ, നോമ്പിൽ ഒരുപാട് പിഴവുകൾ വന്നു പോയിട്ടുണ്ട്, നോമ്പിൽ ഒരുപാട് തെറ്റ് നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്. നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്, നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹറാമ് കണ്ടുപോയിട്ടുണ്ട് പടച്ചവനെ, അറിയാതെ വന്നു പോയതാണ്. നീ പരിഹരിച്ചു തന്നില്ലെങ്കിൽ റബ്ബനാ വലംനാ അൻഫുസനാ, പടച്ചവനെ എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചു പടച്ചവനെ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ മിനൽ ഖാസിരീൻ, പരാജിതരിൽ പെട്ടുപോകും അല്ലാഹ് എന്നുള്ള ദുആ അധികരിപ്പിച്ചോ മുഅ്മിനെ. മഹാനായ ആദം നബി അലൈഹിസ്സലാം 300 വർഷമാണ് ദുആ ചെയ്തത്. ചില്ലറ കാര്യമല്ല. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് 300 വർഷമാണ്. എന്താണ് പ്രശ്നം അറിയോ? ഒരു പഴം കഴിച്ചതിന്റെ പേരിലല്ലേ? ഒരൊറ്റൊരു പഴം കഴിച്ചതിന്റെ പേരിലാണ്, ഒരൊറ്റൊരു പഴം കഴിച്ചതിന്റെ പേരിലാണ് സ്വർഗ്ഗലോകത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കിയത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ദുആ ചെയ്തില്ലേ 300 വർഷക്കാലം? എന്നിട്ടല്ലേ അല്ലാഹു തൗബ സ്വീകരിച്ചത്? അതുകൊണ്ട് മുഅ്മിനേ, നമ്മൾക്കും ദുആ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? ഒന്നാമത്തേത് വല്ലുൽ ബസർ, കണ്ണിനെ നിയന്ത്രിക്കാനാണ്. കണ്ണ് നിയന്ത്രിച്ചിട്ടുണ്ടോ? ആരും ആരെയും നോക്കേണ്ടതില്ല.
പാടില്ല, ആരെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. എന്റെ നോമ്പിൽ ഞാൻ എത്ര ഹറാമ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളും ചിന്തിച്ചിട്ട് പടച്ചോനെ നീ എന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? പറ്റുമെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ആ നോമ്പുകളൊക്കെ ഖളാ വിട്ടാൻ ശ്രമിച്ചോ. പറ്റുമെങ്കിൽ ഒരു സൂക്ഷ്മത എന്നോണം ഹറാമുകൾ കണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടു പോയ നമ്മുടെ നോമ്പുകൾ ഖളാ വിട്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത് പറഞ്ഞത് ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കണം ഹറാമിൽ നിന്ന്. ദൈവത്തെ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, ആരോപണങ്ങൾ പറയാൻ പാടില്ല. അയൽവാസിയെ കുറിച്ചോ പള്ളിയിലുള്ള ഉസ്താദിനെ പള്ളിയുടെ സെക്രട്ടറിയെ കുറിച്ചോ പള്ളിയുടെ പ്രസിഡന്റിനെ കുറിച്ചോ മറ്റുള്ള കച്ചവടക്കാരെ കുറിച്ചോ വേണ്ടാത്തൊരു വാക്ക് പോലും പറയാൻ പാടില്ല. നാവിനെ നിയന്ത്രിച്ചോ. നാവ് സംസാരിക്കാനുള്ളതാണ്, പക്ഷെ എല്ലാം സംസാരിക്കാൻ പാടില്ലല്ലോ. അതേപോലെ വേണ്ടാത്തത് കേൾക്കാൻ പാടില്ല. മ്യൂസിക്കുകൾ കേട്ടിട്ടുണ്ടോ? മൊബൈൽ ഫോണിലൂടെ വേണ്ടാത്ത ഗാനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിന്ദി സോങ്ങും അതേപോലെ ഹിന്ദി മാപ്പിളും അതേപോലെ മലയാള സിനിമകളുടെയും തമിഴ് സിനിമകളുടെയും ഗാനരംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെവി കേൾക്കാനുള്ളതാണ്, എല്ലാം കേൾക്കാനുള്ളതല്ല എന്നും കൂടി പഠിക്കാനാണ് പരിശുദ്ധമായ റമദാൻ തന്നത്. നാലാമതായി പറഞ്ഞത് മറ്റുള്ള അവയവങ്ങളെ എല്ലാം നിയന്ത്രിക്കണം. കൈകാലുകളെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം. ഹറാമിൽ നിന്ന് നിയന്ത്രിച്ചിട്ടുണ്ടോ മുഅ്മിനെ? അഞ്ചാമത് പറഞ്ഞത് ഹലാലായ ഭക്ഷണം കൊണ്ട് പോലും നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ കഴിക്കാൻ പാടില്ല, വയറ് നിറയെ കഴിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്? ജ്യൂസ് വേറെ, പൊരിച്ചത് വേറെ, ഫ്രൂട്ട്സ് വേറെ, ബിരിയാണി വേറെ, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നത്? ഹലാലായ ഭക്ഷണം, ഹറാമല്ല പറയുന്നത്. ഹറാമിൽ നിന്ന് ഒരംശം ഉള്ളിലേക്ക് കയറിയാൽ നോമ്പ് സ്വീകരിക്കൂല. ഹലാലാണ് പറയുന്നത്. അതിനല്ലേ നോമ്പ് നിർബന്ധമാക്കിയത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാവാനാണ് നോമ്പ് അല്ലാഹു നിയന്ത്രിച്ചത്. നോമ്പ് അല്ലാഹു തന്നത് ശരീരത്തെ നിയന്ത്രിക്കാനാണ്, കണ്ണിനെ നിയന്ത്രിക്കാനാണ്, വയറിനെ നിയന്ത്രിക്കാനാണ്. വേറാണ് പ്രശ്നം മുഅ്മിനെ. തോന്നിവാസത്തരങ്ങൾ ചെയ്യാൻ മനുഷ്യന്റെ വികാരങ്ങളെ വളർത്തുന്നത് നമ്മുടെ വേറാണ്. പട്ടിണി കിടന്നാൽ പിന്നെ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവൂല, പിന്നെ പെണ്ണിനെ പ്രണയിക്കണമെന്ന് തോന്നൂല. അങ്ങനെ 5 കാര്യങ്ങൾ ഗസാലി ഇമാം പറഞ്ഞു തരുന്നുണ്ട്. ആറാമത് പറഞ്ഞത് ഗസാലി ഇമാം പറയുന്നു പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലാവണം. ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? സകാത്ത് കൊടുക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം പേടിച്ച് വിറക്കുന്നുണ്ട്. അതേപോലെ ആവണം നമ്മൾ. നോമ്പ് തുറന്നാൽ റമദാൻ വിട പറയുമ്പോ പേടിക്കണം. പഠിച്ചവനെ എന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ അമൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം വിറക്കണം മുഅ്മിനെ. ആരാണ് ഇവിടെ പേടിക്കുന്നത്? അതേസമയം ഒരു പ്രതീക്ഷ, എന്റെ നോമ്പെങ്ങാനും സ്വീകരിച്ചാൽ നാളെ ആഖിറത്തിൽ സ്വർഗീയ സുഖങ്ങളെ കുറിച്ചുള്ള ചിന്ത അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 6 കാര്യങ്ങൾ സ്വശരീരത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണ്. 30 ദിവസത്തെ നോമ്പ് ഇവിടെ പറയുമ്പോ ഓരോ ആളുകളും ചിന്തിക്കേണ്ട സമയമാണ്. ഇനി ആലോചിക്കുക. നേരത്തെ പറഞ്ഞ ഹദീസ്, ഈ നോമ്പുകൾ, ഈ ബാധ്യതകൾ, ഈ നിബന്ധനകൾ പാലിച്ച ആളുകളുടെ നോമ്പേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് ഓർക്കണം, അവസാന ദിവസമാകുമ്പോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അമൽ ചെയ്ത നോമ്പ് നോറ്റ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുള്ളൂ. എല്ലാ നോമ്പുകാർക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല. വിശപ്പും പട്ടിണിയുമല്ലാതെ നോമ്പ് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള എത്ര നോമ്പുകാർ, എത്ര തറാവീഹിക്കാരാണ്. ടൈം നോക്കി, ക്ലോക്ക് നോക്കി നിസ്കരിക്കാണ്. ഉസ്താദ് ഒരു മിനിറ്റ് വൈകുമ്പോ ഈ ഉസ്താദ് ശരിയാവുകയാണ്, പുറത്താക്കണം അല്ലേ? അങ്ങനെയല്ല അവിടെ ചിന്തിക്കുന്നത്. ആർക്കാണ് നിസ്കാരത്തിൽ ടേസ്റ്റ് ലഭിച്ചിട്ടുള്ളത്? ഹാഫിലിങ്ങളെ വെച്ചു കൊടുക്കുമ്പോ പിന്നെ പള്ളിയിൽ ആളുകളില്ല, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കും. ഒരു പള്ളിയിലെങ്ങാനും തറാവീഹിന് ഹാഫിലിനെ വെച്ചാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് തൊട്ടടുത്ത് ഇവിടെയാണ് വേഗത്തിൽ കഴിയുന്നത്. 10 മിനിറ്റ് കൊണ്ട് തറാവീഹ് നടക്കുന്ന സംഭവം കണ്ടില്ല നമ്മള്.
തറാവീഹ് തീരുകയാണ്. എന്ത് നിസ്കാരമാണ്, എന്ത് അമലാണ് മുഅ്മിനീങ്ങളെ. എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? എങ്ങനെയാണ് അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കുക? ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ പ്രശ്നം എന്തെന്നറിയോ? അല്ലാഹു അയാളെ വിദൂരത്താക്കട്ടെ സ്വർഗ്ഗലോകത്തിൽ നിന്ന്, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ നിഅമത്തിൽ നിന്ന്, അവന്റെ ബറക്കത്തിൽ നിന്ന് അല്ലാഹു വിദൂരത്താകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വല്ലാതെ പേടിക്കട്ടെ. എനിക്ക് എന്റെ ശരീരത്തെ പേടിയാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ ഇല്ലേ എന്നറിയില്ല. എന്റെ നോമ്പ് സ്വീകരിച്ചോ എന്ന് അല്ലാഹുവിനറിയാം. എന്റെ അമലുകൾ അല്ലാഹുവിനറിയാം. നിസ്കാരത്തിൽ ഒരു ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ? നോമ്പിൽ ഒരു ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ? അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകളിൽ ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് വരെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പടച്ചവനെ, നിന്റെ മഹൽ ഫളില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടില്ല. പടച്ചവനെ,